ബസ്സിനകത്ത് കയറിയത് MLA ആണ്. MLA കയറി ഉള്ള ആളുകളൊക്കെ ഇറക്കി വിട്ടിട്ട് വണ്ടി ഒതുക്കുന്നു വന്നുകൊണ്ട് കയറി നിന്ന് ആളുകളെയൊക്കെ ഇറക്കി വിട്ടു. അതാണ് ഏത് അകത്തുനിന്ന് യാത്രക്കാരെ എടുത്ത വീഡിയോ ആണ് അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അതിൽ കറക്റ്റായിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർ ഒരു 10-15 പേരുണ്ടായിരുന്നു. അവരെല്ലാം റോഡിൽ ഇറക്കി വിട്ട്. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് ആയാലും അവരൊരു ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ വരാം, യാത്രക്കാരെ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് തീരും. ഇത് ഡ്യൂട്ടി മധ്യയാണ്, ഡ്യൂട്ടി സമയത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെല്ലാം കാണിച്ചത്. അശ്ലീലമായിട്ട് ആംഗ്യം കാണിച്ചിട്ടില്ലല്ലോ. ലാമൂട് വെച്ച് ഞാനൊന്നും കാണിച്ചിട്ടില്ല. അവര് പറയുന്നതാണ് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറയും. ഇല്ല, വണ്ടി പാളയത്ത് വെച്ചാണ് അവരെ നേരെയായിട്ട് സംസാരിക്കണതും കാണുന്നത് തന്നെയാണ്. അവരാരാണെന്ന് എന്താണെന്ന് അവർ പറയുമ്പോഴേ എനിക്കറിയാവുള്ളൂ, അല്ലാതെ അറിയത്തില്ല. അവരാരാണെന്നുള്ളത് അവരെ കണ്ടിട്ട് പോലും ഇല്ല. ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ MLA എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. സത്യം പറയാം, ഞാൻ ഇതുവരെയും കണ്ടിട്ടേ ഇല്ല. എനിക്കറിയത്തില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഈ വെട്ടം വീഴുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകുന്നു. TVയും പത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം നിങ്ങളുടെ ഈ വാർത്ത എന്നെ മോൻ TV വെച്ചിട്ടാണ് പറയുന്നത്. സംഭവം മോനെ ഇപ്പോൾ ഇത് മോഡേൺ ആയിട്ട് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി വന്ന് പറയുന്നെന്നാ എനിക്ക് തോന്നുന്നുള്ളൂ. മേയറാണെന്നുള്ളത് ഒരു ആട്ടോക്കാരൻ വന്ന് നീ എന്താ പറയുന്നത്, ഇത് മേയറാണ്, അവർ എന്തെങ്കിലും പറഞ്ഞാലും നീ മിണ്ടാതെ കേട്ടോണ്ടിരിക്കണമായിരുന്നു, സോറി പറഞ്ഞാൽ മതി, തീരാന്നുള്ള പ്രശ്നമില്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛനെയാണ് വിളിച്ചത് കേട്ടോ. എൻ്റെ അച്ഛനെ അമ്മയൊക്കെയാണ് വീട്ടിലിരുന്നവരെയാണ് വിളിച്ചത്. ഞാൻ രാവിലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉറക്കവും കളഞ്ഞാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 5 വണ്ടിക്കാർ ഇതേപോലെ തടസ്സമായിട്ട് ഇരുന്ന് എന്ത് ചെയ്യുന്നു ആണ് ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഇവിടെ അല്ല, പരാതി അത് റെസിപ്റ്റ് വാങ്ങണമെന്നുണ്ട്. പക്ഷെ എനിക്കൊരു പേടിയാണ് റെസിപ്റ്റ് അങ്ങോട്ട്. ആരും പറഞ്ഞില്ല. എനിക്ക് ഇവര് പണി തരുമെന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് വ്യക്തമായിരുന്നു, അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. നീ ഏത് വഴിക്ക് പോയാലും നിനക്ക് ഉള്ള പണി തരും എന്ന് പറഞ്ഞു. പണി തരുമെന്ന് അവർ എന്നെ പറയുന്നുണ്ട്. പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമായി.